കേരളത്തിലാകെ 44 നദി ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ആ പെരിയാറിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ 44 നദിയിൽ 3 നദി മാത്രം കിഴക്കോട്ട് പോയിട്ട് 41 നദി പടിഞ്ഞാട്ട് ഒഴുകും. ഈ 3 നദി ഒഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. പോയിട്ട് 41 പടിഞ്ഞാട്ട് ഒഴുകും. ഈ പടിഞ്ഞാട്ട് ഒഴുകുന്ന ഒന്ന് പെരിയാറും ഒന്ന് ഭാരതപ്പുഴ. ഇതിൽ ഏറ്റവും നീളം കൂടിയാണ് പെരിയാർ, ഏറ്റവും വീതിയുള്ള ഭാരതപ്പുഴ. ഇതിന് നീളം 244 കിലോമീറ്ററാണ്. ഇത് ഒഴുകുന്നതിൻ്റെ നേരെ അങ്ങാപ്പുറ ആൾക്കാർ താമസമുണ്ട്. അത് എറണാകുളം ജില്ല, ഇത് ഇടുക്കി ജില്ല. 2 ജില്ലയുടെ നടുക്കേരാണ് ഈ പുഴ ഒഴുകുന്നത്. ഇതാണ് ഭൂതം കെട്ടിയ കെട്ട്, ഈ കല്ല്. അതിൻ്റെ 1/3 ഭാഗമുണ്ട്. 1900, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് അവിടം വരെ ഒരുപോലെ നടന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ ഭൂതം ഇങ്ങനെ ഉടക്കി ഇടയ്ക്ക് വെച്ചാലോ. ആ 1957 അത് പകുതി ഇല്ലാണ്ടായ കാരണം ആ ഷട്ടർ പണി തുടങ്ങി. ആ ഷട്ടർ തുറന്നപ്പോൾ ആലുവയ്ക്ക് പോകുന്ന വെള്ളം ഇവിടെ തറഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ സർക്കാർ പൊട്ടിച്ചുള്ളതാണ് 3 സ്ഥലങ്ങളിൽ തോട്ടം. അപ്പോൾ ഇത് ഭൂതം കെട്ടാനുള്ള കാരണം ഡബിൾ കിണറുണ്ട്. കിണറിനോട് ചേർന്നുള്ള തോടിനകത്ത് ആ തോട് 15 കിലോമീറ്റർ പോയി അവസാനിക്കുന്നത് കോതമംഗലം താലൂക്ക് പിണ്ടിമേന വില്ലേജ് തൃക്കാരൂർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തില്ല. നമ്മൾ ഇരിക്കുന്ന മരത്തിൻ്റെ പേര് മലയാറ്റൂടി ഡിവിഷൻ തുണ്ട റേഞ്ച്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമൊന്നുമില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിഭയങ്കരമായിട്ട് ഭീകരത തോന്നുന്ന, പേടി തോന്നുന്ന 5 ക്ഷേത്രം ഇവിടെ മുടി കിടപ്പുണ്ട്. അത് 3 ശിവക്ഷേത്രം, ഒരു ദുർഗാദേവി ക്ഷേത്രം, ഒരു ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ ആയിരക്കണക്കിന് മുനികൾ താമസിച്ചിരുന്ന അറകളുണ്ട്. 35 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് സഞ്ചരിച്ച് നമ്മൾ പോയി എത്തുന്നത് 4 സൈസ് ആദിവാസികളുടെ ഒരു ഊരിലാണ്. ആ ഊരിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മലയുണ്ട്. അതിൻ്റെ പേര് കാറ്റൂരി മലയിലാണ്. ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാം വിശ്വാസം വരുന്നൊരു കാഴ്ച കാണും. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ബലി കൊടുക്കുന്ന ബലിപ്പാടുള്ള കല്ല്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം മുങ്ങിയെടുക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേര് തുണ്ടത്തിൽ ശിവക്ഷേത്രം. അതിൻ്റെ ചുറ്റുമതിലുകളും ശിവലിംഗങ്ങളൊക്കെ പൊട്ടി തകർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ കാലത്ത് മേഞ്ഞ കണ്ടമാന ഓടുകൾ പൊട്ടി ചതറിക്കിടപ്പുണ്ട്. 30 വർഷം മുമ്പ് കുറേ ഗവേഷകർ വന്ന് കുറേ പറക്കിയെടുത്ത് പരിശോധനയ്ക്ക് ഇട്ടു. 1.5 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്ന് ഇങ്ങനെയാണ്. ഈ ഓട് നിർമ്മിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വ്യക്തമായ തെളിവോടുകൂടി എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ വെടിയെടുക്കുന്ന കല്ലും ഓടും ഗുഹയും ഈ 5 ക്ഷേത്രങ്ങളും മുനിയറകളും മനുഷ്യനെ വെടിയെടുക്കുന്ന കല്ലുകളെല്ലാം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് ജനവാസം ഉണ്ടായിരുന്നതാണ്. മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ തെളിവാണ്. അന്ന് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരുന്നത് മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. അന്നത്തെ ഐതിഹ്യം പറയണം. പരമശിവൻ, പാർവതി, ഗംഗാദേവി, മഹാവിഷ്ണു, ഇങ്ങനെയൊക്കെ ഒത്തിരി ദൈവങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ. ഇനിയാണ് ഇതിൻ്റെ കഥ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരമശിവനും പാർവതി ഇതിനകത്തായിരുന്നു. ഒരു ദിവസം പാർവതിയോട് പരമശിവൻ പറഞ്ഞു, പുഴ കടന്ന് എനിക്കൊരു തപസ്സുണ്ട്, തിരക്കാരാണ്. ആ തപസ്സിന് ഞാൻ പോകണമെങ്കിൽ 1 മാസം പിടിക്കും. ആ 1 മാസം വരെ ഞാൻ പോയിട്ട് വരണമെങ്കിൽ 1 മാസം പിടിക്കും. അതുവരെ വളരെ ഭക്തിയായിട്ട് ഇതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കയറ്റിയിരുത്തേക്ക് പോയി. 1 മാസം അവധി പറഞ്ഞു പോയ പരമശിവൻ 3 മാസം കഴിഞ്ഞിട്ടും ഈ സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഭാര്യയ്ക്കാകെ വിഷമമായി, സങ്കടമായി, ദേഷ്യമായി. ഇദ്ദേഹത്തെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അവസാനം പാർവതി ഒരു തീരുമാനമെടുത്തു. 1 മാസത്തോടെ കാത്തിരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പോൾ 4 മാസം കഴിഞ്ഞു, പുള്ളി വന്നില്ല. പാർവതി അവിടെ നിന്ന് ഇറങ്ങി പുഴ കടന്ന് നേരെ ഈ തപസ്സെന്ന് പറഞ്ഞാൽ തൃക്കാരൂർ ക്ഷേത്രത്തിലേക്ക് പോകണം. അവിടെ ചെന്ന് കണ്ടപ്പോഴേ തപസ് കണ്ടത് മനസ്സായത് വെറും പച്ച കളറാണ്. നമ്മൾ പരമശിവനെ എൻ്റെ കാണേ അടിക്കടിക്ക് ഇറങ്ങുന്ന സീരിയലും പഴയ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം. പഴയ കലണ്ടറിൽ കറുത്ത മനുഷ്യയാണ്, കഴുത്തിൽ പാമ്പുണ്ട്, ചൂലുണ്ട്, ഉടുക്കുണ്ട്, ചന്ദ്രക്കയൊക്കെ ഉണ്ടെങ്കിലും ഒന്നോടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഈ പരമശിവൻ്റെ ജടയ്ക്കുള്ളിൽ ഒരു പെണ്ണിരിപ്പുണ്ട്, ഗംഗാദേവി. പുള്ളി തപസ്സെന്ന് പറഞ്ഞു പോയി ഗംഗാദേവിയെ പൊക്കിക്കൊണ്ടുപോയി. അവിടെ പോയി സുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭാര്യ ഒന്ന് അന്വേഷിച്ച് വരുന്നത്. 2 ദേവികളും തമ്മിൽ കൊമ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിവൻ അവിടെ നിന്ന് മുങ്ങിപ്പോയി. അവിടെ തോറ്റ പാർവതി കല്ലി തുള്ളി ഒരു അക്കി ജാലയിപ്പോൾ പെരിയാട്ടേക്ക് വന്ന് താടയ്ക്ക് കഴിഞ്ഞ് കൊടുത്തോടെ ഒറ്റ ഇരിപ്പാണ്. ഇന്ന് ആലോചിച്ചതാണ്, എൻ്റെ ഭർത്താവിനെ അപഹരിച്ചെടുത്ത സർക്കാർ ഉദ്ദേശം നശിപ്പിച്ച് ശിവനാട് നടക്കണം. അതിന് തോക്കും തോട്ടയും ബോംബൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് 3 ദിവസക്കാലം പാർവതി ഇരുന്നപ്പോൾ ഒരു ചെറിയ അടി കിട്ടി. ആ കാണുന്ന കിണറിലെ ഒരു ഇപ്പുറം കാണുന്ന ആ തോട്, ആ തോടിൻ്റെ ഇപ്പുറം ഒരു കൂറ്റൻ മതിൽ പോലെ ഒരു ചിറ കെട്ടി
ഈ വെള്ളത്തെ ഇവിടെ തറഞ്ഞു നിർത്തിയാൽ ഈ വെള്ളം കപ്രിക്കാട് പാണേരി പോര കോടനാട് ആലുവ മലയാറ്റൂർ എന്ന വെള്ളം വൻ ശക്തിയായിട്ട് ഒഴിച്ചെന്ന് ആദ്യം 3 സർക്കാർ, രണ്ടാമത് കോതമലം, മൂന്നാമത് പിണ്ടി മനക്കര. ഈ 3 കരയും വെള്ളത്തിൽ അടിയായി. സന്തോഷമായി. എത്രയും വേഗം ചിറ കെട്ടണം. സ്വന്തമായിട്ട് കെട്ടാൻ കഴിവില്ലാത്ത പാർവതി ഇത് കെട്ടാൻ വേണ്ടി മാത്രം പോയത് ഭൂതഗണങ്ങളുടെ അടുത്തേക്കാണ്. എല്ലാ ഭൂതങ്ങളും ഒന്നിച്ച കൂടി ഒരു കൂട്ടായ്മ കൂടി ഈ വർക്ക് വിളിച്ച് അവരെ ഏൽപ്പിച്ച് പാർവതി എഗ്രി വിളിച്ചു. ഒരു രാത്രി വരാം, പിന്നെ ഞങ്ങൾ വിളിക്കരുത്. കാരണം ഞങ്ങൾ ഭൂതഗണങ്ങളെല്ലാം ശിവൻ്റെയാണ്. പാർവതി പറഞ്ഞുകൊണ്ട് ശരി, ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കാൻ കഴിവുണ്ട്. ആദ്യം ഭൂതങ്ങൾ എടുത്തു വെച്ച കല്ലാണ്. ഈ കല്ലിൻ്റെ ഒരു വെച്ചാൽ അങ്ങേറ്റം വരെ കെട്ടിക്കൊണ്ട് നിർത്തി അപ്പുറം നിന്ന് കെട്ടിക്കൊണ്ട് കൊടുക്കും. ഈ കഥ കഴിയുമ്പോൾ പോയി നോക്കി, ഇത്രയും വീതിയിൽ പറഞ്ഞാൽ ഈ പെരിയാറ് ഒരു കൈത്തോടാക്കി വെച്ചു. എന്നിട്ട് അവിടെ അടയ്ക്കാനുള്ള 12 കല്ലും അപ്പുറം കൊണ്ടുവച്ചിട്ട് എല്ലാ ഭൂതങ്ങളും കുറച്ച് നേരം വിശ്രമിക്കാൻ. വിശ്രമം കഴിഞ്ഞാൽ കല്ലെടുത്ത് അടയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ശിവന് തോന്നിയത്. പാർവതി ഇവിടെ നിന്ന് കണ്ടച്ചു പോയ കാഴ്ച വളരെ മോശമാണ്, അതുകൊണ്ട് അവൾ പ്രതികരിക്കും. അവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പാർവതി വിളിച്ചു നോക്കുമ്പോൾ പരമശിവൻ അമ്പരന്നു. പാർവതിയും ഭൂതങ്ങളും കൂടി 3/4 ഭാഗം പഠിച്ചു തീർത്ത് മുട്ടാറാക്കി വെച്ചു. ഇത് തടഞ്ഞില്ലെങ്കിൽ ഇത് മൊത്തം വെള്ളത്തിനടിയിലായിരിക്കും. തടയണം, തടഞ്ഞേ പറ്റുള്ളൂ. ബുദ്ധിമാനായ പരമശിവൻ തിരക്കാരുന്ന് നല്ല അഴകുള്ള ഒരു പൂവൻ കൂഴ വെട്ടി വേഗം മറന്നു വന്ന് ആ കാടിനകത്ത് ഒരു കൂർത്ത കല്ലിപ്പുണ്ട്, അതിൻ്റെ മോടി കയറി അനങ്ങാതെ. ഇത് ഭൂതങ്ങൾ അറിയുന്നില്ല. ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ് ഈ കല്ല് കൊണ്ട് കൊച്ചാണ് കല്ല് എടുത്തുകൊണ്ട് അടച്ച് പണി പൂർത്തീകരിച്ച് പോകാൻ എല്ലാ ഭൂതങ്ങളും ഓടിച്ചെന്ന് കല്ലെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ കൂർത്ത കല്ലിൻ്റെ മോളിൽ കയറി 2 ചിറകളിട്ട് അടിച്ച് ഉറക്കെ 3 പ്രാവശ്യം കോഴിയായിട്ട് നീട്ടി. കോഴി കൂവിക്കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ ഭൂതപിശാചുകളുടെ ശക്തി പോവും. ഇവർക്ക് രാത്രി മാത്രമേ ശക്തിയുള്ളൂ. അതിൽ തലവനായ ഭൂതം പറഞ്ഞു, ഒരു നിമിഷം വന്നേക്കണ്ട, നമുക്ക് എല്ലാവരും പണി ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ് ആ ഗ്യാപ്പ്. അവിടെ പോയി കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അങ്ങാപ്പുറേ 12 കല്ലും ഇപ്പോഴും കഴുകി തുടച്ച ഇരിപ്പുണ്ട്. ആ കല്ലും നിങ്ങൾ കയറി കണ്ട ഗുഹയും ഈ 5 ക്ഷേത്രങ്ങളും മുനിയറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലും ഓടും ഈ കെട്ട് കണ്ടിട്ടാണ് ഇതിന് സത്യത്തിൽ ഈ ഭൂതത്താൻ കെട്ടെന്നുള്ള പേര് വരാൻ കാരണം. ഇതാണ് ഈ ഐതിഹ്യ കഥ. നീ അവിടെ പോയിട്ട് പോകണമെങ്കിൽ പൊക്കോ.